ഹലോ ഹായ്, ഞങ്ങളുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങള് ഐസ്ക്രീം ചാലഞ്ച് ചെയ്യാൻ പോവാ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ചലഞ്ച് ചെയ്യാൻ വിചാരിച്ചു. ഞങ്ങൾ 6 ചോക്കോബാറിൻ്റെ മേടിച്ചിട്ടുണ്ട്. ഈ സംഭവം ഒരു മാംഗോ ഫ്ലേവർ, പിന്നെ 2 ചോക്ലേറ്റ് ഫ്ലേവർ, പിന്നെ 3 രാജ്ഭോഗ് കുൽഫി. അങ്ങനെ 6 എണ്ണമാണ് ഞങ്ങൾ മേടിച്ചിരിക്കുന്നത്. ഇതിനകത്ത് കൂടുതൽ ആരാണ് കഴിക്കുന്നത് എന്നാണ് നോക്കുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ആരാണ് കഴിക്കുന്നത് എന്നാണ് നോക്കുന്നത്. ഞാൻ ഐസ്ക്രീം തിരിക്കിച്ചൊരു പുറകിലാണ്. ഇവിടെ ഐസ്ക്രീം തിരിക്ക് നമ്പർ 1 ആണ്. അപ്പം വിജയ് ഇവിടെ തന്നെ ആയിരിക്കും. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ടൈമറും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാരും കഴിച്ചു തീർന്നത് നമുക്ക് കാണാം. ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് മാംഗോ ഫ്ലേവർ ആണ് എടുത്തിരിക്കുന്നത്. മാംഗോ ഫ്ലേവറിന്റെ ഒരെണ്ണേ ഉള്ളൂ. ഞങ്ങൾക്ക് മാംഗോ ഫ്ലേവർ ഇഷ്ടമല്ലേ? വേണോ ചേഞ്ച് ചെയ്യുന്നോ? ഇവർക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ആണ് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ ഫസ്റ്റ് മാംഗോ ഫ്ലേവർ എടുത്ത്, അവള് ചോക്ലേറ്റ് ഫ്ലേവർ എടുത്തു. അവർ പൊട്ടിക്കും പറ്റുള്ള ടൈം വേണം. ഓക്കെ, സ്റ്റാർട്ട്. പെട്ടെന്ന് കഴിച്ചു. ഫ്രീസറിന് എടുത്തതേ ഉള്ളൂ. നല്ല കട്ടിയാണ്. രാത്രി കഴിയാൻ നല്ല സാധനമാണ്. എന്തായാലും പറ. നോക്കട്ടെ, ഞാൻ പറയാം. എന്റെ തീർന്ന് തീരാതായി. പുള്ളിയാ ഒരു മിനിറ്റ് 12 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ചലഞ്ചിന് ഞങ്ങൾ രണ്ട് മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. വേറെ ആരും ഇവിടെ ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. തോറ്റോ? ഒരെണ്ണത്തിൽ തന്നെ തോറ്റോ? ഇനി 4 ഇരിക്കുവോ? എൻ്റെ ഒരെണ്ണം തീരാതായി. മാംഗോ ഫ്ലവർ തീരാറായി. സമയം നോക്കണ്ടായോ? ഇപ്പൊ 2 മിനിറ്റ് 40 സെക്കൻഡ് ആയിട്ടുണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ ചലഞ്ച് വഴിയാണിത്. എൻ്റെ ഒരെണ്ണം ക്ലിയറായി.
ഇപ്പം ലീഡ് ചെയ്തിരിക്കുന്ന ഞാനാണ്. ഞാൻ രണ്ടാമത്തെ രാജ്ഭോഗിൻ്റെ കുളിപ്പ് എടുത്തു. കമോൺ, പെട്ടെന്നാണ്ട് തൊട്ടെടുക്കാൻ പാടില്ല. ബ്രിൻസിങ് എന്താ പറ്റാൻ അറിയത്തില്ല, പുറകോട്ടാണ്. നാളെ പല്ലുവേദന വരുമ്പോൾ പനി വരുമോന്നും അറിയത്തില്ല കേട്ടോ. രണ്ടും നല്ലതാണ്. മഴ പെയ്താൽ തണുപ്പുണ്ട്. മഴ പെയ്ത് നല്ല തണുപ്പും, അതും രാത്രി ഇപ്പം 10:30 4:40 സെക്കൻഡായിട്ടുണ്ട്. ബ്രിൻസ് അങ്ങനെ ഉടനെ കംപ്ലീറ്റ് ചെയ്തു. ഗൈസ് ഒക്കെ കണ്ട് ഒന്ന് കഴിച്ചു തീർക്കും. അടുത്തത് നമ്മളുടെ രാജ്ഭോഗ് കുൾഫിയ. ഞാൻ ജയിക്കുകയാണ് ഇപ്പോൾ. എൻ്റെ രണ്ടാമത്തെ ഫിനിഷ് ആവാറായി. ബ്രിൻസി രണ്ടാമത്തെ പൊട്ടിക്കുന്നേ ഉള്ളൂ. പൊട്ടിക്കല്ലേ ഇത് ബ്രിൻസിക്കാണെങ്കിൽ പെട്ടെന്ന് കഴിക്കാം. അറിഞ്ഞിരിക്കണം. ഇപ്പം എന്നെ തോപ്പിക്കാൻ ഒരു അവസരമാണ് ബ്രിൻസിക്ക് പോയത്. എന്തോ പറ്റി ബ്രിൻസി നിന്ന് തലപ്പ് കൂടുതലാണോ? ഞങ്ങൾ ഇന്നിങ്ങനെ ചുമ്മാ ഇരുന്നപ്പം വിചാരിച്ചു ഇന്ന് രാത്രിയിൽ ഒരു ഐസ്ക്രീം ചലഞ്ചാണ് ചെയ്യാറുള്ളത്. അതാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. എൻ്റെ രണ്ടാമത്തെ മനുഷ്യായി. ഞാൻ മൂന്നാമത്തെ ലീഡ് ചെയ്യാൻ തുടങ്ങി. ബ്രിൻസി എനിക്ക് ഞങ്ങളെ ഡ്രോയിൽ അവസാനിക്കും. ഒരു ഐസ്ക്രീം മേടിക്കില്ല, എന്നാലേ മത്സരം കണ്ടിട്ടുള്ളായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ ഡ്രോയിൽ അവസാനിക്കും കേട്ടോ. 2 പേരും 3 വെച്ചായിരിക്കും. പക്ഷെ കുറഞ്ഞ ടൈം ഞാനാ കഴിച്ചു തീർക്കുന്നുള്ളൂ. 7 മിനിറ്റും 6 സെക്കൻഡും ആയിട്ടുണ്ട്. ഞാൻ മൂന്നാമത്തെ ചോക്കോബാർ ലീഡ് ചെയ്യുന്നു. അത്രയ്ക്കും താല്പര്യം തോന്നല്ലോ. അമൂലിൻ്റെ രാജ്ഭോഗ് കുൽഫി നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഐസ്ക്രീമാണിത്. ബ്രിൻസ് തോറ്റിരിക്കുന്നു. അപ്പോൾ ബ്രിൻസി പരാജയമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ഐസ്ക്രീം എക്സ്ട്രാ ഇരിപ്പുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ.
ഉം. 7:50 8:50 53 9 മിനിറ്റാകുമ്പോഴത്തേക്ക് 10 മിനിറ്റാകുമ്പോൾ ഞാൻ കഴിച്ചു 9 ആയല്ലോ 5 അപ്പോൾ ഒരാൾ ജയിച്ചു 9 മിനിറ്റും 17 സെക്കൻഡും ഞാൻ തീർത്തു 3 കുൾഫിയ കഴിച്ചു. ഫുള്ളായി. അങ്ങനെ ഞാൻ ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പം ഞങ്ങളുടെ ചലഞ്ചിങ് വഴി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ കമൻസ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതിന് വരെ ബൈ ബൈ. ബൈ.